ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Unit 2 Tales and Tunes. The Owl and the Pussycat. Activities. Activity 1. The poet makes use of repetition and made up words in the poem. Identify them. പോയത്തിൽ ആവർത്തിച്ചു വരുന്ന വരികൾ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? മെയ്ഡ് അപ്പ് വേർഡ്സ് എടുത്തെഴുതുക. ലൈൻസ് റിപ്പീറ്റഡ്. വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള വരിയാണ്, റിപ്പീറ്റ് ചെയ്യുന്ന വരിയാണ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ റിപ്പീറ്റ് ചെയ്യുന്ന വരിയുണ്ടോ? ഉണ്ട്. ഏതാണ്? With a ring at the end of his nose. With a ring at the end of his nose. റിപ്പീറ്റ് ചെയ്യുന്ന വരിയാണ്. മൂന്നാമത്തെ സ്റ്റാൻസയിലുണ്ടോ? ഉണ്ട്. They danced by the light of the moon. They danced by the light of the moon. ഈ വരികളാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അടുത്തത് മെയ്ഡ് അപ്പ് വേർഡ്സ്. ബോങ് ട്രീ തന്നിട്ടുണ്ട്. വേറെ ഏതാണ്? പിഗ്ഗി വിഗ്, റൺസിബിൾ സ്പൂൺ. ഇവയെല്ലാമാണ് മെയ്ഡ് അപ്പ് വേർഡ്സ്. സേ ദ വേർഡ്സ് ബോട്ട് ആൻഡ് നോട്ട്. ദേ ആർ റൈമിംഗ് വേർഡ്സ്. എന്താണ് റൈമിംഗ് വേർഡ്സ്? വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഓർ സിമിലർ എൻഡിങ് സൗണ്ട്. ബോട്ട്, നോട്ട്. ബ സൗണ്ടും ന സൗണ്ടും മാറ്റി നിർത്തി നോക്കൂ. ഉച്ചരിക്കുമ്പോൾ ഒരേപോലെ അവസാനിക്കുന്നതാണ് ബോട്ട്, നോട്ട്. അതുപോലെയുള്ള റൈമിംഗ് വേർഡ്സ് പോയത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. സ്റ്റാൻസ 1 നോക്കൂ. എബവ്, ലവ്, ഗിറ്റാർ, ആർ. വേറെ ഏതൊക്കെയാണ്? സ്റ്റാൻസ 2 സിംഗ്, റിംഗ്, ഗ്രോസ്, നോസ്. സ്റ്റാൻസ 3 ഏതൊക്കെയാണ്? വിൽ, ഹിൽ, സ്പൂൺ, മൂൺ. ലുക്ക് അറ്റ് ദ തേർഡ് ലൈൻ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ. ഓ ലെറ്റ് us be married. Too long we have tarried. Married and tarried are rhyming words within the same line. They are called internal rhymes. Pick out the lines from other stanzas that have internal rhyme and write them below. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പോയത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻസയിലെ തേർഡ് ലൈനാണ് തന്നിട്ടുള്ളത്. ഓ ലെറ്റ് us be married. Too long we have tarried. മാരീഡ് എന്ന വാക്കും ടാരീഡ് എന്ന വാക്കും റൈമിംഗ് വേർഡ്സ് ആണ്. അത് ഒരേ ലൈനിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള റൈമിംഗ് വേർഡ്സിനെയാണ് ഇന്റേണൽ റൈംസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരേ വരിയിൽ 2 റൈമിംഗ് വേർഡ് വന്നിട്ടുള്ള വരികളാണ് എടുത്തെഴുതേണ്ടത്. ഏതൊക്കെയാണെന്ന് നോക്കാം. They dined on mince and slices of quince. വേറൊരു വരി ഏതാണ്? And hand in hand on the edge of the sand. Mince, quince റൈമിംഗ് വേർഡ്സ് ആണ്. ഹാൻഡ്, സാൻഡ് റൈമിംഗ് വേർഡ്സ് ആണ്. വേറെ ഏതൊക്കെ വരികളാണുള്ളത്? കൂട്ടുകാർ എഴുതി നോക്കൂ. You may collect a few poems like the one you have read. Write the titles below. ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെയുള്ള പോയംസ് കളക്ട് ചെയ്ത് അതിൻ്റെ ടൈറ്റിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർ എഴുതില്ലേ? Look at the following line from the poem The Wind by James Stephens. The wind stood up and gave a shout.
Can the wind stand up and give a shout? Here, the poet gives a human quality to the wind. It is an example of personification. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജെയിംസ് സ്റ്റീഫൻസിന്റെ ദ വിൻഡ് എന്നുള്ള പോയത്തിലെ ഒരു വരിയാണ് തന്നിട്ടുള്ളത്. ദ വിൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് ഗേവ് എ ഷൗട്ട്. വിൻഡ് എഴുന്നേറ്റ് നിന്നു, ഷൗട്ട് ചെയ്തു എന്നാണ് ആ വരിയിൽ പറയുന്നത്. ക്യാൻ ദ വിൻഡ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഗിവ് എ ഷൗട്ട്? കാറ്റിന് മനുഷ്യരെ പോലെ എഴുന്നേറ്റ് നിന്ന് ഷൗട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇതുപോലെയുള്ള യൂസേജ് പോയത്തിൽ ഉപയോഗിക്കുന്നതിനാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ പോയറ്റ് ഗീവ്സ് എ ഹ്യൂമൻ ക്വാളിറ്റി ടു ദ വിൻഡ്. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വിൻഡ് ചെയ്തു എന്നാണ് പോയറ്റ് പറയുന്നത്. ഇതുപോലെയുള്ള യൂസേജിനാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് ഫ്രം ദ പോയം that give a human element to the owl and the pussycat. നമ്മളിപ്പോൾ പഠിച്ച ഈ പോയം The Owl and the Pussycat, അതിൽ നിന്ന് ഇതുപോലെയുള്ള വരികൾ കണ്ടെത്തി എഴുതുക. ഒരു ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. They took some honey and plenty of money. വേറെ ഏതെല്ലാം വരികളാണ്? They sailed away for a year and a day. They dined on mince and slices of quince. They danced by the light of the moon. വഞ്ചി തുഴഞ്ഞു പോകുന്നതും നിലാവിൽ നൃത്തം വയ്ക്കുന്നതുമെല്ലാം മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ അത് ആര് ചെയ്തു എന്നാണ് പോയറ്റ് പറയുന്നത്? ഔൾ ആൻഡ് ദി പുസിക്യാറ്റ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണോ? അല്ല. ഇതുപോലെയുള്ള യൂസേജിനാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. Edward Lear is also famous for his limericks. Let us read two of his limericks. എന്താണ് ലീമറിക് എന്ന് പറഞ്ഞാൽ? ലീമറിക് is a funny poem that has 5 lines with the rhyme scheme A A B B A. ലീമറിക് എന്ന് പറഞ്ഞാൽ ഒരു 5 ലൈൻസ് മാത്രമുള്ള ഫണ്ണി പോയമാണ്. അത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? റൈം ഉണ്ട്, A A B B A. ഇവിടെ എഡ്വാർഡ് ലെയറിന്റെ 2 പോയംസ് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. There was an old man on a hill who seldom, if ever, stood still. He ran up and down in his grandmother's gown, which adorned that old man on a hill. നോക്കൂ, ആദ്യത്തെ ലൈൻ അവസാനിക്കുന്നത് ഹിൽ എന്ന വാക്കിലാണ്. രണ്ടാമത്തെ ലൈനോ സ്റ്റിൽ. ഒരുപോലെയുള്ള റൈമിംഗ് വേർഡാണ്. എ എന്ന് കൊടുക്കാം, എ എ. മൂന്നാമത്തെ വരിയോ ഹി റാൻ അപ്പ് ആൻഡ് ഡൗൺ. നാലാമത്തത് ഇൻ ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഗൗൺ. ഡൗൺ, ഗൗൺ റൈമിംഗ് വേർഡ്സ് ആണ്. അതിന് ബി എന്ന് കൊടുക്കാം, ബി ബി. അഞ്ചാമത്തെ വരിയിൽ ഹിൽ എന്ന വാക്കിലാണ് അവസാനിക്കുന്നത്. ഹിൽ സ്റ്റിൽ. എ എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കൂ, എ എ ബി ബി എ. അടുത്ത പോയം നോക്കാം. There once lived a boy called Joe, who developed an enormous big toe. On it there sat a contented cat, a granny, a toad and a crow. Rhyming words നോക്കൂ. Joe, toe. A A. Sat, cat. B B. അഞ്ചാമത്തെ വരിയിലെ റൈമിംഗ് വേർഡ് അതാണ് ക്രോ. ജോ, ടോ, ക്രോ ഒരുപോലെ വരുന്നതാണ്. എ എ ബി ബി എ എന്ന റൈം സ്കീമിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും ലീമറിക് ആണ്. റൈറ്റ് എ ലീമറിക് ഓഫ് യുവർ ഓൺ. ബിലോ ആർ സം ഫസ്റ്റ് ലൈൻ ടു സ്റ്റാർട്ട് വിത്ത്. ലീമറിക് ആയിട്ടുള്ള പോയംസ് കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് ലൈൻ തന്നിട്ടുണ്ട്. എ വണ്ടർഫുൾ ബേർഡ് ഈസ് ദ പീകോക്ക്. പീകോക്ക് എന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഏതാണ്? എ വരും. രണ്ടാമത്തെ ലൈൻ എന്തായിരിക്കണം? ഇതുപോലെയുള്ള റൈമിംഗ് വേർഡിൽ അവസാനിക്കുന്നതായിരിക്കണം. എ വണ്ടർഫുൾ ബേർഡ് ഈസ് ദ പീകോക്ക് ഹൂസ് ഫ്രണ്ട് വാസ് എ കോക്ക്. ദേ ബിഫ്രണ്ടഡ് എ പീഹൻ ഹൂ നൗ ആൻഡ് ദെൻ മെയ്ഡ് ഹെർ ഹൈഡ് ഇൻ എ ഡോക്ക്. ഈ വരികളിൽ നോക്കൂ, പീകോക്ക്,
കോക്ക്, ഡോഗ്. എ ആണ്. പി ഹെൻ, ദെൻ. ബി ആണ് വരിക. എ ബി ബി എ. അടുത്ത പോയം തുടങ്ങുന്നത് ഏത് ലൈനിലാണ്? There once was an ape in a zoo. സൂവിലാണ് അവസാനിക്കുന്നത്. There once was an ape in a zoo who looked out through the bars and saw you. Do you think it's fair to give poor apes a scare? I think it's a mean thing to do. Rhyming words ഏതൊക്കെയാണ്? Zoo, you, do. Fair, scare. അടുത്തത് നോക്കൂ. There was an old man with a beard who said, "It is just as I feared. 2 owls and a hen, 4 larks and a wren, have all built their nests in my beard." Rhyming words ഏതൊക്കെയാണ്? Beard, feared, hen, wren. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.